ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കിച്ചൺ റീഓർഗനൈസിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരേ രീതിയിൽ കുറേ നാൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ആർക്കായാലും ഒരു മടുപ്പ് തോന്നും. അപ്പം ഞാൻ വിചാരിച്ചു ഈ അറേഞ്ച്മെൻറ്റ്സിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്താമെന്ന്. നമുക്ക് കിച്ചണിൽ ആകെ 2 കൗണ്ടർ ടോപ്പാണ് ഉള്ളത്. ഒന്ന് ഈ ഒരു വലിയൊരു കൗണ്ടർ ടോപ്പും പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ബാക്കിലായിട്ടും ഒരു ചെറിയൊരു കൗണ്ടർ ടോപ്പ് ഉണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു ചേഞ്ച് വരുത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ബാക്കിലായിട്ടുള്ള ആ കുഞ്ഞു കൗണ്ടർ ടോപ്പ്. അപ്പോൾ ഈ ഒരു കൗണ്ടറിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ഓർഗനൈസർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ലൈസോളിൻ്റെ ഈ കിച്ചൺ ഡിസിൻഫെക്റ്റൻ്റ് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഒരു ഡ്രൈ ക്ലോത്ത് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് തുടച്ചിട്ടുണ്ട്. ഈ ഒരു ട്രേ നൈക്കിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. മിക്സിയും അതിൻ്റെ ജാറും വെക്കാനായിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോർണറിലായിട്ട് ഞാനതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രേയിൽ കുറച്ച് എംപ്റ്റി സ്പേസ് കണ്ടപ്പോൾ ഞാൻ 2 ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്ലേറ്റ് സ്റ്റാൻഡ് ഞാൻ എപ്പോഴും ഈ ഒരു കൗണ്ടർ ടോപ്പിലാണ് വെക്കാറ്. സെറാമിക് പ്ലേറ്റ്സ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പ്ലേറ്റ്സ് എല്ലാം ഞാൻ ഇതിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ അധികം സാധനങ്ങളൊന്നും ഇവിടെ വെക്കാറില്ല, കാരണം ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു കൗണ്ടർ ടോപ്പിലാണ് സാധാരണ വെക്കാറ്. പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് കുറച്ചധികം സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായി എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ഈ ട്രേസ് എല്ലാം ഞാനൊരു ടിഷ്യൂ വെച്ചൊന്ന് തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും മാറ്റിയതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു കോർണർ ഓർഗനൈസറാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് പിന്നെ ഈ ഒരു ഓർഗനൈസർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് പുതിയതായിട്ട്. നമ്മുടെ ഇൻറ്റീരിയറിന് മാച്ച് ആവുന്ന ഒരു ഓർഗനൈസർ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ 2 ഭരണിയിൽ ഞാൻ ഉപ്പും പുളിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഓയിൽ ബോട്ടിൽസ് എല്ലാം ആ ഒരു ഓർഗനൈസറിൽ വെച്ചിട്ടുണ്ട്. 2 ബോട്ടിൽ സൺഫ്ലവർ ഓയിലും 2 ബോട്ടിൽ കോക്കനട്ട് ഓയിലുമാണ്. പിന്നെ ടീ ഷുഗർ കണ്ടെയ്നേഴ്സും ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങൾ മാറ്റി മാറ്റി വെച്ച് അവസാനം നമ്മൾ ഇതുപോലെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിലായിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റ്സും പിന്നെ കുറച്ച് നട്ട്സും മാത്രമാണ് വെച്ചിട്ടുള്ളത്. ചില ആളുകൾക്ക് കൗണ്ടർ ടോപ്പ് വെറുതെ ഇടുന്നതായിരിക്കും ഇഷ്ടം. പക്ഷേ എനിക്കിതുപോലെ കുറേ സാധനങ്ങൾ വെച്ച് കാണുന്നതാണ് കേട്ടോ ഇഷ്ടം. പിന്നെ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഇരിക്കുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോരുത്തർ ഓരോ ടൈപ്പായിരിക്കുമല്ലോ. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് കട്ടിംഗ് ബോർഡ്, ഫോർക്ക്, സ്പൂൺ, സ്റ്റാൻഡ് ഇതെല്ലാം വെച്ചിട്ടുണ്ട്.
പിന്നെ ഒരു ടിഷ്യൂ ഹോൾഡർ വെച്ചിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.